ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ താളമേളവും എന്ന പാഠമാണ്. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ കൂട്ടുകാരെ. ഇവിടെ ഒരു ചിത്രം കൊടുത്തത് കണ്ടോ? എന്താണ് ആ ചിത്രത്തിൽ? ഒരു മരക്കൊമ്പ് അല്ലേ? അവിടെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഏതാണ് ആ പക്ഷി? ഒരു പ്രാവാണല്ലേ, ഒരു കുഞ്ഞരിപ്രാവ്. ആ കുഞ്ഞരിപ്രാവ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ പാഠത്തിലുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? കാനനോത്സവം. എന്താണ് കാനനം എന്ന് പറഞ്ഞാൽ? കാനനം എന്ന് പറഞ്ഞാൽ കാടാണ് അല്ലേ? കാട്ടിലെ ഉത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടെ മാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റി തിരിയണം. കൊയ്ത്തു കഴിഞ്ഞ വയലാണല്ലേ? അവിടെ മാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. നക്ഷത്രത്തരി പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നെന്മണികൾ വയലിൽ വീണ കിടക്കുന്നുണ്ട് അല്ലേ? അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ അവൾ കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടു. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. എന്തുകൊണ്ടാണ് ഇവിടെ പൂത്ത താഴ്വര എന്ന് പറയാൻ കാരണം? ഒരുപാടുണ്ട് അല്ലേ? ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ മലയൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ എന്താണ്? ഒരുപാട് പൂക്കളുണ്ടാവും അല്ലേ? അതുപോലെ ഇവിടെ എന്താണ്? കുട്ടികളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊന്നാകെ കൈയടിക്കുന്നു. സന്തോഷ സൂചകമായി അല്ലേ? ആർപ്പ് വിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ കൈയടിക്കലില്ലേ? പരിപാടികളൊക്കെ കഴിയുമ്പം എല്ലാ കുട്ടികളും കൈയടിക്കാറുണ്ട്. പാട്ടിന് ശേഷം മോണോ ആക്ട് ഉണ്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. എന്താണ് ഉല്ലാസം എന്ന് പറഞ്ഞാൽ? ശരിയാണ്, സന്തോഷം അല്ലേ? എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ്. കുഞ്ഞരിപ്രാവ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം അല്ലേ? വൈകുന്നേരം കാട്ടിലെല്ലാ മൃഗങ്ങളും ഒന്നിച്ചു കൂടുക പതിവാണ്. അപ്പം ആ സഭയുടെ സമയമായിട്ടുണ്ട്. അടുത്ത പേജ് നോക്കിയേ. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. സൂചിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആനയാണ് കേട്ടോ. സൂചിക്കൊമ്പനാണ് കാട്ടിലെ രാജാവ്. അപ്പോൾ ആനയുടെ ആജ്ഞ, കൽപ്പനയാണ് അല്ലേ? ആ സമയമാകുമ്പോൾ എല്ലാവരും സഭയ്ക്ക് കൃത്യമായിട്ടെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുടിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ്. പൊല്ലാപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടാണ്. മഹാരാജൻ, മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു, അതൊന്നും വേണ്ട. ഇവിടെ നടത്തിയാൽ എന്താണ്? അത് ബുദ്ധിമുട്ടാണ്. വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും. മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. എന്താണ് പറഞ്ഞത്? ഇത്തരം കലാപരിപാടികളൊക്കെ എന്താണ്? നല്ലതാണെന്ന് ആര് പറഞ്ഞു? മൈലമ്മ പറഞ്ഞു അല്ലേ? കുയിലമ്മ എന്തു പറഞ്ഞു? മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് മൈലമ്മയെ പിന്താങ്ങി. അടുത്ത പേജ് എടുത്തേ.
കാട്ടുകലോ കായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ മന്ത്രിയുടെയും ശുചിക്കൊമ്പൻ്റെയൊക്കെ ചുറ്റും എത്രയാ പ്രജകളാ നിൽക്കുന്നതല്ലേ. മുയലുണ്ട്, പിന്നെയോ ആമയുണ്ട്, കുരങ്ങച്ചാരുണ്ട്, പിന്നെയോ കുറുക്കനുണ്ട്, കരടി, പുലി അല്ലേ, മാനുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അവിടെ വലിയ കലോത്സവമായിട്ട് നടത്തുകയാണ് അവർ. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട് വേണം, നൃത്തം വേണം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. രാജാവും പ്രജകളൊപ്പം കൂടിയില്ലേ, ഭയങ്കര സന്തോഷത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിനാവട്ടെ, അടുത്ത പാട്ട് ദിനത്തിനാവട്ടെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേരു തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. നാളെ എന്ത് ചെയ്യണം? മത്സരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ എൻ്റെ കയ്യിൽ പേര് തരണം അല്ലേ. ദാ എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവം എത്തി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകൽ പുൽമൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പാട്ടുമത്സരത്തിന് നേതൃത്വം കൊടുക്കുന്നത്? കുയിലാണ് അല്ലേ. നൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻ്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. ആർക്ക്? രാജാവിന്. എന്തിലൊക്കെയാ ജയിച്ചേ? ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. അപ്പോൾ കണ്ടോ, ഇവിടെ എന്തായി? എല്ലാവർക്കും സന്തോഷമായില്ലേ. ആദ്യം എതിർത്തവരൊക്കെ എന്ത് ചെയ്തു? കുഞ്ഞനിപ്രാവിനെ പിന്താങ്ങിയില്ലേ. എന്നിട്ട് അവർ കലോത്സവം നല്ല ഭംഗിയായിട്ട് നടത്തി അല്ലേ. അതിൽ കുറേ ആളുകൾ ജയിച്ചു, കുറേ ആളുകൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. എങ്കിലും എന്ത് ചെയ്തു? അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. അവർക്കെല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു അല്ലേ. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി അവർ കാനനോത്സവം കൊണ്ടാടി അല്ലേ. അവരെന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ട് എല്ലാ നേതൃത്വം വഹിച്ച കുഞ്ഞരിപ്രാവിനെ എല്ലാവരും കൂടി അഭിനന്ദിച്ചു. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ ബാക്കിലുള്ള പാഠത്തിൻ്റെ പിറകിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് അല്ലേ. കണ്ടോ, ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഏതൊക്കെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുള്ള കലാപരിപാടികൾ ഇവിടെ കുറച്ച് കലാപരിപാടികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര, നൃത്തം, പാട്ട്, ഫാഷൻ ഷോ, ഡിസ്കോ. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കലാപരിപാടികൾക്ക് ശരി നൽകൂ. അപ്പം കുട്ടികൾ എന്ത് ചെയ്യുക? കണ്ടിട്ടുള്ള കലാപരിപാടികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അതിന് ശരി അടയാളം ഇട്ടുകൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? നെന്മണി കൊത്തിപ്പെറുക്കി വരുമ്പോഴാണ് കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിലെ അനൗൺസ്മെൻറ്റ് കേട്ടത്. അവിടെ കലോത്സവം നടക്കുകയായിരുന്നു. അവിടെയുള്ള മുത്തശ്ശിപ്ലാവിലിരുന്നാൽ സ്കൂൾ മുഴുവനായി കാണാം. ഗ്രൗണ്ടിൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞിരുന്നു. ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത്. അതിനുശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികളുണ്ടായിരുന്നു. ഓരോ പരിപാടിക്ക് ശേഷവും കുട്ടികൾ കൈയടിച്ച് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണ മാതൃകയായി എഴുതിയത്. ഇതുപോലെ നിങ്ങളും വിവരണം എഴുതിയെടുക്കുക. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ?
ഇവിടെ മത്സരങ്ങൾ കൊടുത്തിട്ടുണ്ട്, പങ്കെടുക്കുന്നവരും കൊടുത്തിട്ടുണ്ട്. 2 കോളായിട്ടാണ് കൊടുത്തത്. ഇഴയൽ മത്സരം, പങ്കെടുക്കുന്നവർ പാമ്പ്, ഒച്ച്, മണ്ണിര. അലറൽ മത്സരം, ആന, സിംഹം, കടുവ. വാലാട്ടിക്കളി, മയില്, വാലാട്ടിക്കിളി. പാട്ട്, കുയില്, തത്ത. ഫാൻസി ഡ്രസ്സ്, ഓന്തുകൾ. കൂവൽ, കുറുക്കൻ, ചെന്നായ, നായ. മൂളിപ്പാട്ട്, വണ്ട്, കൊതുക്, തേനീച്ച. മരഞ്ചാട്ടം, അണ്ണാൻ, കുരങ്ങൻ. കൂടുണ്ടാക്കൽ മത്സരം, കാക്ക, തുന്നാരം പക്ഷി. തുന്നാരം പക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകളൊക്കെ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യും? തൂങ്ങിക്കിടക്കുന്ന കൂടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടിയ പോലെ ഉണ്ടാവും. തേൻ ശേഖരണം, കരടി, തേനീച്ച. നീന്തൽ, ആമ, ചീങ്കണ്ണി, തവള. ഇത്രയാണ് മത്സര ഇനങ്ങൾ. അടുത്തതായിട്ട് ചോദ്യം നോക്കുക. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി വയ്ക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാമെന്നുകൂടി അതോടൊപ്പം എഴുതൂ. അലറൽ മത്സരത്തിന് ആരാ പങ്കെടുക്കുന്നത്? സിംഹം. ഇഴയൽ, പാമ്പ്. ഓട്ടം, മുയൽ, മാന്. കൂവൽ, കുറുക്കൻ. ചിഹ്നം വിളി, ആന. ദ്വാരമിടൽ, മരംകുത്തി. നൃത്തം, മയിൽ. പാട്ട്, കുയിൽ. ഫാഷൻ ഷോ, ഓന്ത്. മൂളിപ്പാട്ട്, കൊതുക്, വണ്ട്. ഇത്രയാണ് മത്സര ഇനങ്ങൾ. ഇതിൽ പങ്കെടുക്കുന്നവരെ പേരാണ് ഇവിടെ വായിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? ഇവിടെ നിയമാവലി തയ്യാറാക്കിയ മത്സരം പാട്ട് മത്സരമാണ്. പാട്ട് മത്സരത്തിൻ്റെ നിയമാവലി എന്താണെന്ന് നോക്കാം. ഒരു ഗ്രൂപ്പിൽ 5 അംഗങ്ങൾ മാത്രമേ പാടുള്ളൂ. 5 മിനിറ്റിൽ കൂടുതലാകാൻ പാടില്ല. സിനിമാ ഗാനങ്ങൾ പാടില്ല. വേഷവിധാനത്തിന് പ്രത്യേക മാർക്കില്ല. 5നും 10നും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ. പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇത്രയൊക്കെയാണ് പാട്ട് മത്സരത്തിൻ്റെ നിയമാവലി. അടുത്തത് ദ്വാരമിടൽ മത്സരമാണ്. മറ്റ് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ദ്വാരമിടാനുള്ള സാമഗ്രികൾ മത്സരസ്ഥലത്ത് നിന്നും നൽകുന്നതായിരിക്കും. ദ ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്താണ്? കാട്ടിലൊരു കായികമേള നടത്തുന്നു. ഇതിലെന്തെല്ലാം ഇനങ്ങളുണ്ടാവും? നിങ്ങളൊന്ന് പറഞ്ഞേ. ശരിയാണ്. ഏതാണ്? ഓട്ട മത്സരമുണ്ട്, ചാട്ട മത്സരം, ഇഴയൽ മത്സരം, നീന്തൽ മത്സരം, അലറൽ മത്സരം, നൃത്ത മത്സരം, പാട്ട് മത്സരം, ദ്വാരമിടൽ മത്സരം, മൂളിപ്പാട്ട് മത്സരം, ചിഹ്നം വിളി മത്സരം, കൂവൽ മത്സരം, നടത്ത മത്സരം, ഫാഷൻ ഷോ മത്സരം, തീറ്റ മത്സരം. ഇത്രയും ചോദ്യങ്ങളാണ് പാഠഭാഗത്തുള്ളത്. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്താൽ മാത്രം പോരാ, ഇത് നന്നായി വായിച്ച് പഠിക്കുക. വിവരണമൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കുകയും വേണം. അടുത്തത് പാഠഭാഗത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പദപരിചയവും പകരം പദങ്ങളുമാണ്. നമ്മൾ പാഠം പഠിക്കുന്നതോടൊപ്പം ഈ പാഠത്തിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥവും അതുപോലെ പകരം പദങ്ങളൊക്കെ നമ്മൾ മലയാളമായതുകൊണ്ട് പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. പദപരിചയം. കാനനം അർത്ഥം എന്താണ്? കാട്. മൈതാനം, കളിസ്ഥലം. ഉത്സാഹം, സന്തോഷം. ദിനം, ദിവസം. നാനാഭാഗം, എല്ലാ ഭാഗവും. കാണികൾ, കാഴ്ചക്കാർ. അണിയിക്കുക, ഒരുക്കുക. കൽപ്പന, ആജ്ഞ. സായാഹ്നം, വൈകുന്നേരം. ഇത്രയും പദങ്ങളാണ് ഈ പാഠത്തിലുള്ള പുതിയ പദങ്ങൾ. ഇതിലുള്ള എല്ലാ പദങ്ങളും പഠിക്കുക, അവയുടെ അർത്ഥവും പഠിക്കുക. ലാസ്റ്റ് പകരം പദങ്ങൾ. കാടിൻ്റെ പകരം പദം ഏതൊക്കെയാണ്? കാനനം, അടവി, വിപിനം. നക്ഷത്രം, താരം, താരകം, ഉടു. കുയിൽ, കോകിലം, പരബ്രതം. ആന, കരി, ഗജം, ദന്തി. കാക്ക, കാകൻ, വായസം. രാജാവ്, അരജൻ, നൃപൻ, മന്നൻ. അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ പാഠം ഇവിടെ ഈ യൂണിറ്റ് ഇന്നിവിടെ കഴിയാണ്. അപ്പം ഈ യൂണിറ്റിലുള്ള എല്ലാ കാര്യം, ഈ പാഠത്തിലുള്ള എല്ലാ താളവും മേളവും എന്നുള്ള ഈ പാഠത്തിലെ എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ പഠിക്കുക, പകരം പദങ്ങൾ പഠിക്കുക, അതുപോലെ പുതിയ പദങ്ങൾ പഠിക്കുക. പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. കൂട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ അറിവുകളുമായി കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.